കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജനം ജയിച്ചു മുന്നേറുന്നതായിട്ട്. നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ഒരു 5 മിനിറ്റ് സമയം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളുടെയും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങൾ ഓരോ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബപ്രശ്നമുള്ള ആളുകൾ, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ആളുകൾ, വിദേശത്തിന് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവൻ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിച്ച് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും, കൂടുതലും കിട്ടും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും, കൂടുതലും കിട്ടും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വസ്ഥാനങ്ങളിലിരിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷത്തെക്കുറിച്ച് കുറച്ച് സമയം നമുക്ക് നന്നായിട്ട് ധ്യാനിക്കാം. ഹെബ്രായർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയും, ദൈവത്തിൻ്റെ വചനം അത് സജീവമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അത് നമ്മുടെ മനസ്സിലും ആത്മാവിലും ചിന്തയിലുമൊക്കെ കയറി നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് മാറ്റം വരുത്തുന്നതെന്നാണ് പറയുന്നുണ്ട്. സുവിശേഷം നമ്മൾ വായിച്ചു കിട്ടി ഇങ്ങനെയാണ്, നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും, കൂടുതലും കിട്ടും. നമുക്കെല്ലാവർക്കും ഓരോ അളവുകോലുണ്ടല്ലേ. കഴിഞ്ഞ ദിവസം ഇവിടെ മുൻവശത്ത് സീലിംഗ് ചെയ്യാമെന്ന ആൾ പറഞ്ഞു, അച്ഛാ ഇത് ഒരു 150 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഈ മുൻപിൽ ഇത് ചെയ്തേക്ക് 150 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അളക്കാൻ വന്ന പുള്ളിക്ക് ഒരു അളവുണ്ട്, 150 സ്ക്വയർ ഫീറ്റ്. സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ ഒരളവുണ്ട്. ചില ആളുകളെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയും അത് സെൻറ്റിമീറ്റർ ആണെന്ന് പറയും, ചിലർ ഇഞ്ചസ് കണക്ക് പറയും, ചിലർ അടിയിൽ കണക്ക് പറയും, ചിലർ മീറ്ററിൽ പറയും. റോഡ് പണിയെടുക്കുന്നവരൊക്കെ എന്ത് പറയും, കിലോമീറ്ററിലാക്കും. സയൻറ്റിസ്റ്റ് ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും ഇത്ര പ്രകാശവർഷം അകലെയാണെന്ന്, സൂര്യനും ഭൂമിയും തമ്മിൽ ഇത്ര പ്രകാശവർഷം അകലെയുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അളവുകോലുണ്ട്. നമ്മൾ പുതിയതായിട്ട് ഒരു വ്യക്തിയെ കണ്ടു, നമ്മൾ ജോലി സ്റ്റാഫ് ആയിട്ട് വന്ന ഒരു വ്യക്തിയെ കണ്ടു നമ്മളെ ഓഫീസിൽ, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഒരാളെ കണ്ട്, അപ്പം നമ്മൾ നോക്കിയിട്ട് പറയും അവരെ നമ്മൾ ഒരളക്കും, അവരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, ഒരു മെഷർ ചെയ്യും. അയാൾ ഇന്ന രീതിയിലുള്ള ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് പറയും അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് നമ്മളൊരു അളവ് കൊടുക്കും അല്ലേ. എല്ലാ മനുഷ്യർക്കും നമ്മൾ എന്ത് ചെയ്യും, ഒരളവിടും, ഒരു അളവുകോല് വെക്കും. ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അവരെ അളക്കുക. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ദൈവത്തിന് ഒരളവുണ്ട് നമ്മുടെ മനസ്സിൽ. ദൈവത്തിന് ഒരളവ് നമ്മളിടും. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരളവിടും. അത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിരിക്കും. ഹല്ലേലൂയ. നമ്മളെല്ലാ മനുഷ്യരെയും അളക്കാറുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ദൈവത്തിന് നമ്മളൊരു അളവുകോലിടും. വചനം പറയാണ്, നിങ്ങളിടുന്ന അളവിൽ തന്നെ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ ദൈവത്തിന് 10% അളവിട്ടെങ്കിൽ എന്ത് ചെയ്യും, 10% നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ദൈവത്തിന് 50 ഇട്ട് നോക്കിക്കേ, ദൈവം 50% നിനക്ക് തരും. ദൈവത്തിന് നിങ്ങൾ 100 ഇട്ട് നോക്കിക്കേ, 100% നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ണൂരിൽ ഒരു വൃദ്ധമന്ദിരത്തിലാണ് ജോലി ചെയ്ത്. സമരിറ്റൻ ഹോം എന്ന് പറയുന്ന തെരുവിൽ അലയുന്ന ആളുകളെ നോക്കിക്കൊണ്ടിരുന്ന സമയം അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ
എൻ്റെ മുൻപിലുണ്ടായിരുന്ന അച്ഛൻ ഒരു മാസത്തേക്ക് വേണ്ടിയുള്ള കഷ്ടിയുള്ള പൈസ എന്നെ തന്നിട്ട് പോരുന്നു. അച്ഛൻ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന്, അപ്പോൾ അവിടെ 30 പേര് ഏകദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ ഈ വൃദ്ധമന്ദിരം മുന്നോട്ട് പോയി. അപ്പം അവിടുത്തെ ഡയറക്ടറായിരുന്ന തോമസ് കല്ലിടക്കിൽ എന്നൊരു അച്ഛനുണ്ട്. അച്ഛൻ 25 വർഷമായിട്ട് ആ വൃദ്ധമന്ദിരം നോക്കിക്കൊണ്ടിരിക്കുക. 25 വർഷമായിട്ട് അച്ഛൻ തെരുവിൽ കിടക്കുന്ന ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ സ്ഥാപനത്തിലാക്കി അവരെ കാത്തു നോക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ. അപ്പം അച്ഛൻ പറഞ്ഞു, അടുത്ത ആഴ്ച 3 പേരും കൂടി പുതിയതായിട്ട് ഈ വൃദ്ധമന്ദിരത്തിലേക്ക് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് പൈസയൊന്നുമില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പം അച്ഛൻ എന്നോട് തോളെ തട്ടിയിട്ട് പറഞ്ഞു, സോജ നീ പേടിക്കൊന്നും വേണ്ട, ദൈവം നമ്മളെ കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളെ കാത്തു പരിപാലിക്കും. അപ്പം എനിക്ക് അന്ന് ഈ വചനത്തിൻ്റെ ഒരു അർത്ഥം മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ബുദ്ധി വിചാരിച്ച് ഒരു മാസം കഷ്ടിമുട്ടി പോകുന്നുള്ളൂ, എന്നിട്ട് ഈ 3 പേരെയും കൂടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൃദ്ധമന്ദിരം എങ്ങോട്ട് പോകും എന്നൊരു ചിന്ത എൻ്റെ ബുദ്ധിയിലുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല സോജ, ദൈവം നമ്മളെ കാത്തു പരിപാലിക്കും. സ്നേഹം നിറഞ്ഞവരെ, അതിനുശേഷം 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ വൃദ്ധമന്ദിരത്തിൽ നിന്ന് മാറുമ്പോൾ എന്നുണ്ടായിരുന്ന ദൈവത്തെക്കുറിച്ചുള്ള അളവല്ലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അന്ന് എനിക്കൊരു മാസത്തിൽ കിട്ടുന്ന പൈസയും ചെലവും വരവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തോമസ് എന്ന് പറയുന്ന അച്ഛന് കഴിഞ്ഞ 25 വർഷമായി ദൈവം കാത്തു പരിപാലിക്കുന്ന ഒരളവുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചോളം കഴിഞ്ഞ 3 വർഷത്തോളം ഒരു നോക്കുമ്പോൾ ഒന്നിനും ഒരു കുറവ് ദൈവം വരുത്തിയിട്ടില്ല. ദൈവത്തിന് നമ്മൾ ഇടുന്ന ഒരളവുണ്ട്, ആ അളവ് കൂടുതൽ ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യണ്ടേ? ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന അളവ് നമ്മൾ പതുക്കെ പതുക്കെ കൂട്ടാൻ വേണ്ടി തുടങ്ങണം. നിങ്ങൾ ഇന്ന് മുതൽ നിയോഗ പ്രാർത്ഥന ആരംഭിക്കാമെന്ന്. ഇനിയുള്ള 33 ദിവസവും നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന അളവ് പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് നിങ്ങൾ നോക്കുക. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഇട്ടിരിക്കുന്ന ദൈവത്തിന് ഇട്ടിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് 30% ആയിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ദൈവം എനിക്ക് നടത്തി തരാൻ 30% ദൈവം പരിശ്രമിക്കും എന്നായിരിക്കും നമ്മൾ ഇട്ടിരിക്കുന്ന അളവ്. അത് പതുക്കെ പതുക്കെ കൂട്ടി 100% വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. 3 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായിരുന്ന ഒരു അളവുകോളുണ്ട് ദൈവത്തെക്കുറിച്ച്. അത് ദൈവം എന്ത് ചെയ്യും? ഒരു മാസത്തെ കിട്ടുന്ന പൈസ ചെലവാകുന്ന പൈസ. പക്ഷേ ആ അളവുകോല് മാറി ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന ഈ അളവ് നമ്മൾ പതുക്കെ പതുക്കെ മാറ്റി 100% വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഹല്ലേലൂയ. ഈ അളവ് എങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റുന്നത്? നമ്മുടെ എല്ലാ ദിവസവും രാവിലെ 5:30 എണീറ്റ് നമ്മൾ ചൊല്ലുന്ന ഈ നിയോഗ പ്രാർത്ഥനയിലൂടെ, രണ്ടാമതായിട്ട് നമ്മൾ കേൾക്കുന്ന വചനത്തിലൂടെ, മൂന്നാമതായിട്ട് നമ്മുടെ കൂദാശകളുടെ സ്വീകരണത്തിലൂടെ, നാലാമതായിട്ട് അനുദിന ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായി ചൊല്ലുന്ന ചെറിയ ചെറിയ പ്രാർത്ഥനകളുടെയും സുഹൃത ജപങ്ങളുടെയും, അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികളിലൂടെ. ഹല്ലേലൂയ. ഈ 5 രീതിയിൽ ദൈവത്തെ നമ്മൾ അളക്കുന്ന അളവ് നമുക്ക് പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം. നമുക്ക് ഇനി ഈ സുവിശേഷത്തിലേക്ക് നോക്കാം. ദൈവത്തെ അളന്ന ചില മനുഷ്യരുണ്ട്. ആ മനുഷ്യർ എന്ത് ചെയ്തു? ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല, ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. കാരണം എന്ത് ചെയ്യും? അവർ ദൈവത്തിനിട്ട ഒരളവ് വളരെ വലുതായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ അളക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ ദൈവം നിങ്ങൾക്ക് തരും, കൂടുതലും തരുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അബ്രാഹാം എന്ന് പറയുന്ന മനുഷ്യൻ ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ മോറിയ മലമുകളിലേക്ക് തൻ്റെ ഏകജാതനയായിട്ട് പോവുകയാണ്. ആകെ ഒറ്റ മകനേ ഉള്ളൂ. അവന് ദൈവത്തിന് ബലിയർപ്പിക്കാൻ വേണ്ടി അവൻ പോയി. പോകുന്ന വഴിക്ക് മകൻ ചോദിച്ചു, അപ്പാ ഈ ബലിയർപ്പിക്കാനുള്ള ബലിമൃഗം എവിടെ? അബ്രാഹത്തിനറിയാം ഇത് മകനാണെന്ന്. പക്ഷേ അബ്രാഹാം പറഞ്ഞു, നീ പേടിക്കേണ്ട, ദൈവം നമുക്ക് തരുമെന്ന്. ഹല്ലേലൂയ. ഈ മലമുകളിൽ ദൈവം അബ്രാഹത്തിന് വേണ്ടിയിട്ട്, മകനെ ബലിയർപ്പിക്കുവാൻ പോയ അബ്രാഹത്തിന് വേണ്ടിയിട്ട് ഒരു മുട്ടനാടിനെ ദൈവം കാത്തു പരിപാലിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും ദൈവം നമുക്കായി മലമുകളിൽ ഒരു സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ നേടിയെടുക്കേണ്ടതെന്നാ, നമ്മൾ ദൈവത്തെ അളക്കുന്ന അളവുകോലുകൊണ്ട് പതുക്കെ പതുക്കെ നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന് അത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കാം.
ദൈവം അബ്രാഹത്തിന് വേണ്ടി മോറിയ മലമുകളിൽ മകന് പകരമായിട്ട് ഒരു ആടിനെ കരുതി വെച്ചെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവം ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മോശയാ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. മോശ എന്ന് പറയുന്ന വിക്കനായിട്ടുള്ള, നല്ല സ്വഭാവ രീതികളൊന്നും ഇല്ലാത്ത, ഒരു ലീഡർഷിപ്പും ക്വാളിറ്റി ഇല്ലാത്ത ഒരു വിക്കനായ മനുഷ്യനെ വിളിച്ച് ദൈവം പറയാ, നീ എൻ്റെ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകണമെന്ന്. മോശ പറഞ്ഞു, ഞാൻ വിക്കനാ, എനിക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല, എനിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷെ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നിന്റെ കൂടെ ഞാനുണ്ട്, നിന്റെ കൂടെ ഞാനുണ്ട്. മോശ അതിൽ പിന്നെ എന്താ ചെയ്തത്? അവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന, തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫറവയിലേക്ക് അവൻ നോക്കിയില്ല, ചെങ്കടലിലേക്ക് അവൻ നോക്കിയില്ല, മരുഭൂമിയിലേക്ക് അവൻ നോക്കിയില്ല. അവൻ എങ്ങോട്ട് നോക്കി? തൻ്റെ കൂടെയുള്ള ദൈവത്തിലേക്ക് നോക്കി. ഹല്ലേലൂയ. അവൻ എന്ത് ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും നോക്കാതെ എൻ്റെ കൂടെയുള്ള ദൈവത്തിലേക്ക് അവൻ നോക്കി. അപ്പോൾ എന്ത് ചെയ്തു? അവന് ഫറവ ഒരു പ്രശ്നമായിരുന്നില്ല, ചെങ്കടൽ ഒരു പ്രശ്നമായിരുന്നില്ല, മരുഭൂമി ഒരു പ്രശ്നമല്ലായിരുന്നില്ല. കാരണം മരുഭൂമിയിലെ പാറക്കെട്ടുകളിൽ ദൈവം അവന് വേണ്ടി വെള്ളം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം മഞ്ഞ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിച്ചേ? മോശയ്ക്ക് ദൈവത്തോടുള്ള അളവ് കൂട്ടാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവന് ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മളൊക്കെ ആളുകൾ ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പഠിക്കും. ഒരു നല്ല ലീഡർ എന്തെങ്കിലും. അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചത് അവന്റെ കഴിവോ അവന്റെ മിടുക്കോ അല്ല, മറിച്ച് എന്ത് ചെയ്യും? അവന്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ നമ്മൾ അടുത്ത മനുഷ്യനെ കണ്ടുമുട്ടുന്ന നിയമാവർത്തന പുസ്തകത്തിൽ ജോഷി എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ്. കാനാൻ ദേശം സ്വന്തമാക്കുവാൻ വേണ്ടി ആടുകളെ മേയ്ക്കുവാൻ മാത്രം അറിയുന്ന ഇസ്രായേൽക്കാരെ വാൾ ഉപയോഗിക്കാൻ പഠിപ്പിച്ച ജോഷിയ. കാരണം എന്ത് ചെയ്തു? ദൈവം ജോഷിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ കണ്ടുമുട്ട സാമുവേൽ പ്രവാചന പുസ്തകം 1-ാം അധ്യായത്തിൽ ഹന്ന എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുക. തൻ്റെ കൂടെയുള്ള സഹപത്നി എപ്പോഴും ഇവളെ കളിയാക്കിക്കൊണ്ടിരിക്കുക. നിനക്ക് മക്കളൊന്നുമില്ലല്ലോ, നിനക്ക് മക്കളൊന്നും ഉണ്ടാവില്ല. ജീവിതത്തിൽ എന്നും സഹനങ്ങളും പ്രശ്നങ്ങളും എന്നും ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ഏലി പ്രവാചകൻ പറഞ്ഞു, അടുത്ത വസന്തത്തിൽ നീ വരുമ്പോൾ നിന്റെ കൂടെ ഒരു മകനും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഇവൾ എന്ത് ചെയ്തു? ഈ വചനത്തിന് മേൽ അവളെ അളവ് തോത് കൂട്ടാൻ വേണ്ടി തുടങ്ങി. അവൾ പണ്ടിട്ടൊരളവായിരുന്നില്ല ദൈവത്തിന്. അവൾ ഈ 10 മാസം ദൈവത്തിന് മേലുള്ള അളവ് കൂട്ടിയത് കൊണ്ട് അവൾക്കൊരു മകൻ ജനിച്ചു. നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ദാവീദ് എന്ന് പറയുന്ന വെറും പീറ പയ്യനെ, 12 വയസ്സുള്ള പയ്യനെ രാജാവാക്കാൻ വേണ്ടി നോക്കുക. അവൻ ആകെ അറിയുന്ന ആടുകളെ മേയ്ക്കാൻ അറിയാം. ആടുകളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുമ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടിയുള്ള ഒരു കവട്ടയും 2 കല്ലുകളും അവൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവൻ നേരിടാൻ പോയത് എങ്ങനെയാ? അവന്റെ കയ്യിലുള്ള ഈ കവണ കൊണ്ടും 2 കല്ലുകൊണ്ടുമല്ല, മറിച്ച് അവന്റെ പുറകിലുണ്ടായിരുന്ന, അവന്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവമായ കർത്താവിനോട് കൂടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദാവീദ് എന്ത് ചെയ്തു? ഗോലിയാത്ത് എന്ന് പറയുന്ന മനുഷ്യനെ നോക്കിയില്ല, അവന്റെ ശക്തിയെ നോക്കിയില്ല, അവന്റെ ഉള്ള എല്ലാ കഴിവുകളെ നോക്കിയില്ല. അവൻ എന്ത് ചെയ്തു? ദൈവത്തെ നോക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കൂടെയുള്ള ദൈവത്തെ നമ്മൾ നോക്കുവാനായിട്ട് പരിശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. മർക്കോസിന് സുവിശേഷത്തിലൂടെ ദൈവം നമ്മളോട് പറഞ്ഞു വെച്ചു, നീ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിനക്ക് അളന്ന് കിട്ടും, കൂടുതലും കിട്ടും. നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് നിർത്താം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന അളവ് എത്രയാണ് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. 10% 20% 50 100? നിങ്ങൾ അളക്കുന്ന അതേ അളവുകോല് കൊണ്ട് തന്നെ ദൈവം നിങ്ങൾക്ക് അളന്ന് കിട്ടും. നമുക്കെല്ലാവർക്കും നമ്മുടെ നിയോഗങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ആ നിയോഗങ്ങളിൽ ദൈവം എത്രമാത്രം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിച്ച് നോക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന ചില ആളുകളിൽ
ഒരുപാട് ആളുകൾ ഒരുപാട് വേദനയായിട്ട് വന്നിരിക്കുക. അവരെ ബുദ്ധി കൊണ്ടും അവരെ ശക്തി കൊണ്ടും അവരെ കഴിവ് കൊണ്ടും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവർ നോക്കി. പക്ഷേ ദൈവത്തെ കൂടാതെ, ഈശോയെ കൂടാതെ മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാരെ പോലെ ഒരു മീനിനെ പോലും കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ദൈവം വചനത്തിലൂടെ, ദൈവത്തിൻ്റെ ആത്മാവിലൂടെ അവരോട് പറയാ, നിങ്ങൾ യഥാർത്ഥമായ സ്ഥലത്ത് വലയിറക്ക്. ശിഷ്യന്മാർ രാത്രിയാമങ്ങൾ മുഴുവൻ അധ്വാനിച്ചു, പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഒറ്റ വാക്കുകൊണ്ട് അവർ ഇതുവരെ കിട്ടാതിരുന്ന വലിയൊരു മീൻപിടുത്തം അവരുടെ ജീവിതത്തിലേക്ക് കിട്ടി. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ സുവിശേഷത്തെ കണ്ടുമുട്ടുന്നുണ്ട്. 2 അന്ധന്മാർ വഴിയരിയിൽ നിന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുക. ഈശോ അതിലേ പോവുകയാണെന്ന് അവരറിഞ്ഞു. അപ്പോൾ അവർ നിലവിളിക്കാൻ തുടങ്ങി, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. അവർ ദൈവത്തിനൊരു വിലയിട്ടിട്ടുണ്ടായിരുന്നു. ദൈവത്തിനൊരു അളവുകോലുണ്ടായിരുന്നു അവർക്ക്. തങ്ങളുടെ അന്ധത മാറ്റാൻ ഈ വഴിയിലൂടെ നടന്നു പോകുന്ന 33 വയസ്സ് പ്രായമുള്ള നസ്രായനായ ഈശോവിനെ ഞങ്ങൾ അന്ധത മാറ്റാൻ പറ്റുമെന്ന് അവർ 100% വിശ്വസിച്ചിരുന്നു. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കുക, അവൻ അതിലേക്കൂടെ പോകട്ടെ. ആളുകൾ അവനെ തകർത്തപ്പോഴും തളർത്തപ്പോഴും നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോഴും അവരെന്ത് ചെയ്തു? ഉച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, ഞങ്ങൾക്ക് അനിയണമേ. ഈശോ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ നിയോഗങ്ങൾ മേൽ ദൈവത്തിന് ഉള്ള ശക്തിയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യം സുഖമാകുമെന്ന് ശതാധിപൻ ഈശോയോട് പറഞ്ഞു വെച്ചു. ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യം സുഖമാകുമെന്ന് ശതാധിപൻ പറഞ്ഞു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടുമുട്ടി ഈ രക്ഷാകരമായിട്ടുള്ള ചരിത്രത്തിൽ ദൈവം അബ്രാഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവന് വേണ്ടിയിട്ട് ദൈവം മോറിയ മലമുകളിൽ അവൻ കാണാതിരുന്ന ഒരു കാഴ്ചവസ്തു, ഒരു സമ്മാനം വെച്ചിട്ടുണ്ടായിരുന്നു. വിക്കനായിട്ടുള്ള, ഇസ്രായേൽ ജനത്തെ നയിക്കാൻ പറ്റാതിരുന്ന ഒരു വിക്കനായ ഒരു മനുഷ്യനെ ദൈവം ലോകത്തെ ഏറ്റവും വലിയ ലീഡറായിട്ട് മാറ്റി. ദൈവം നമ്മുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ട്. വീണ്ടും സുവിശേഷം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഉള്ളവന് വീണ്ടും നൽകപ്പെടും. എന്തുള്ളവന്? വിശ്വാസമുള്ളവന് വീണ്ടും നൽകപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ചില നന്മകളൊക്കെ നിങ്ങൾ നഷ്ടമായിട്ടുണ്ടോ? നിങ്ങൾ ആ നഷ്ടപ്പെട്ട സമയത്തേക്ക് നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കുറഞ്ഞു പോയതുകൊണ്ടാണ്. അതുകൊണ്ട് പറഞ്ഞാൽ, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നിങ്ങൾ അനുഭവിച്ച എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിന് പതുക്കെ പോയിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം എന്ന് പറയുക, നിങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം എന്ന് നഷ്ടപ്പെടാൻ തുടങ്ങിയോ അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പതുക്കെ പോകാൻ തുടങ്ങി. കഴിഞ്ഞ ആഴ്ച വലിയൊരു ബിസിനസ്മാൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബിസിനസ്സൊക്കെ പോയി വെച്ചാ. ഒരു 3 കൊല്ലം മുഴുവൻ ഞാൻ എന്നും പള്ളിയിൽ പോകുന്നതായിരുന്നു, എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ പ്രാർത്ഥനയിലായിരുന്നു എൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. ലാഭം കൂടിയപ്പോൾ ഞാൻ പതുക്കെ എന്ത് പ്രാർത്ഥന വിട്ടു. ഞാൻ അറിഞ്ഞില്ല എൻ്റെ ബിസിനസ് തകരാൻ തുടങ്ങിയെന്ന്. ഇപ്പോൾ എനിക്കൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചൊരു നന്മ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുക, നിങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം പോയി. സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവരും കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ പഴയ വിശ്വാസം എന്ന് പറഞ്ഞ പുണ്യം തരണമേ. വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എലീഷ എന്ന് പറയുന്ന മനുഷ്യൻ പറയാണ്, പിതാവേ, അങ്ങയുടെ ചൈതന്യത്തിൻ്റെ ഇരട്ടി എനിക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, ഞങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ ഇരട്ടി ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവരും കാര്യങ്ങൾ ഉയർത്തി കുറച്ച് സമയം സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസക്കുറവ് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, യേശുവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച്, ജോലികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അവരായിരിക്കുന്ന പ്രതിസന്ധികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.